ഇനി അർജുൻ്റെ ഫാമിലിക്ക് നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ 2 കാറ്റഗറി വരുന്നത്, ഒന്ന് അർജുൻ്റെ ഏജ് അവൻ്റെത് 30 അതെന്തോ വട്ടവർ. ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് 60 അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടുന്നത്. അപ്പം ഞാൻ ഇന്ന് 2024 ഓനക്ക് 75,000 രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാനൊരു ഉപയോഗം. അവിടുന്ന് ഈ 60 ഇവൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഞാൻ അതൊരു എന്താ പറയുക, ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താ പറയുക, എൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ നാക്കിൽ അത് അവിടെ ഒരു ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ, പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതെന്താണെന്ന് കഴിഞ്ഞാൽ അത് ആ ഒപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആ ഡോക്യുമെന്റ് അത് ഓൻ്റെ മക്കൾക്ക് അതൊരു വലിയ, ഓൻ്റെ മോനക്കൊരു ഭാര്യക്ക് ഒരു ഉപകാരപ്പെടും. വലിയ എമൗണ്ട് കിട്ടും. ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ കൊടുക്കാൻ നമ്മളാണല്ലോ അപ്പൊ അത് ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ആ പണം കുറച്ചുകൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു. അത് അത്ര എന്ത് അത് സത്യമാണ്. 75,000 ആണെന്നുള്ളത്. 10 മാഡം. ഒരു ട്രിപ്പ് പോയി ചില സമയത്ത് ചിലപ്പോ എന്താവും, വണ്ടി ചിലപ്പം കുറവാ 70,000 കൂടുതലുള്ള മാസങ്ങളും ഉണ്ടായിക്കിനെ. അല്ല ഞാൻ അത് വിടി, നമ്മൾ ആ ഒരു ഡോക്യുമെന്റ് അതൊന്ന് ഇനി കൂടുതൽ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഓൻ ഒപ്പിട്ടുണ്ട് കാണിച്ചത്. പത്രസമ്മേളനം ചെയ്തതിന്റെ പേരിൽ അവരനുഭവിക്കുന്നത് നമുക്ക് വിഷമാവണതിനോടാണ് നമ്മൾ പോയി പത്രസമ്മേളനം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞാൻ ഓരോ മെസ്സേജ് ചെയ്യുന്നതിന് വരെ ഞാൻ എന്താക്കില്ല, മറുപടി കൊടുക്കാറില്ല. അളിയോടെ പോയി അളിയ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കണം. അപ്പം മനസ്സിലായോ? ഒരു മുതലാളി ചെയ്യുന്നതിന് അപ്പുറമാണ് ഇയാൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളടുത്ത് നിന്നതും നിങ്ങളടുത്ത് അയാളുടെ മനസ്സിൽ നിങ്ങളുള്ള സ്നേഹം എങ്ങനെയായിരുന്നു മനസ്സിലായല്ലോ. എന്നിട്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും വന്ന് ഏതെങ്കിലും പൊട്ടന്മാർ വന്ന് പറയുന്നത് കേട്ട് വാർത്താ സമ്മേളനം വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. പിന്നെ മനാഫിൻ്റെ അടുത്ത് ഒരു കാര്യം ഞാൻ പറയേണ്ടത്, മനാഫിത് എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങളുടെ ലോറിക്ക് പറ്റിയൊരു പേര് അളിയൻ എന്നിടുന്നതായിരിക്കും നല്ലത്. കാരണം അതാ ചേരുന്നത്. അതാണ് ഏറ്റവും നല്ല പേര്. ഒന്നെങ്കിൽ അളിയൻ എന്നിടുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ പേര്. അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. പിന്നെ കേരളത്തിൽ, പിന്നെ ജനങ്ങളോട് പറയാനുള്ളത്, കേരളത്തിൽ ആർക്കെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ ഒരു 10 വട്ടമെങ്കിലും ആലോചിക്കണം. അല്ലെങ്കിൽ ഇതേ കണക്ക് വരും. ഒന്നും മനസ്സിലാവാതെ, ഒന്നും മനസ്സിലാക്കാതെ വരും. 2 ദിവസം മുമ്പ് അവിടെ ഏതോ യൂട്യൂബറെ കണ്ട് വന്ന് എരികേറ്റി കൊടുത്തിയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മളൊരു വാർത്താ സമ്മേളനം വിളിച്ച് സെറ്റ് ചെയ്യാൻ പറഞ്ഞായിരിക്കും, അതായിരിക്കും നടന്നത്. എന്തുമായാലും ഒരു 100 വട്ടം ആലോചിക്കുന്ന നല്ലതായിരിക്കും. ആർക്കെങ്കിലും സഹായം ചെയ്യുന്ന അളിയന് തൃപ്തിയായോ അളിയാ? ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് ഷോ കാണിച്ചതിൻ്റെ പാടിപ്പം മനസ്സിലായോ? ഇൻഷുറൻസ് തുക പോലും ചെയ്യാൻ വേണ്ടി എൻ്റെ ദൈവമേ കഷ്ടം തന്നെ കേട്ടോ. ആ പാവപ്പെട്ടവ മോളിയിരുന്ന് ഇതെല്ലാം കാണുക വളരെ മോശമായിപ്പോയി. ഈ അളിയനാണ് ആ കുടുംബത്തെ സംഗളി കിങ്കിളിയാക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ വേറൊന്നുമല്ല. അളിയൻ കാരണം, അളിയൻ്റെ ഐഡിയ, അളിയൻ്റെ ബുദ്ധി, അളിയൻ്റെ പെങ്ങളുടെ ബുദ്ധി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലാതെ വേറൊന്നുമല്ല. ജനങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടിയെന്നറിയാമോ? ഈ അർജുൻ്റെ കുടുംബം കണ്ണീരൊഴുക്കിയതിനേക്കാളും കൂടുതൽ ഈ കേരളത്തിലുള്ള അമ്മമാർ കണ്ണീരൊഴുക്കി. അതറിയാമോ അളിയന്? അതൊന്ന് മനസ്സിലാക്കളിയ. കാരണം ഓരോ അമ്മമാരും കണ്ണീരൊഴുക്കിയാണ് അർജുന് വേണ്ടി പ്രാർത്ഥിച്ചത്. അളിയൻ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്ന് അളിയ? എൻ്റെ പൊന്നളിയ, 10 പൈസയുടെ ഉളുപ്പുണ്ടോ? വല്ലാത്തൊരവസ്ഥയാണ്. നന്ദി, നമസ്കാരം.